ഏറെ നാളത്തെ ആശുപത്രിവാസത്തിന് ശേഷം ശൈല വീണ്ടും കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ആശുപത്രി പോയ വിശേഷങ്ങളും ആശുപത്രിയിലെ കുത്തുകൊണ്ട ഇതും പിന്നെ എന്തായിരുന്നു ആശുപത്രിയിൽ എന്തായിരുന്നു റീസൺ, എന്തായിരുന്നു പനി എന്നൊക്കെ ശൈല നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എന്തായിരുന്നു ശൈലജയുടെ അസുഖം? ഇൻ ആൻ ഇന്റർവ്യൂ വിത്ത് ശൈലജ ഇൻഫ്ലുവൻസർ who is illness got ആശുപത്രി by influenza virus. Okay, come on. എനിക്ക് എന്തുവായിരുന്നു? കിടുകിടുപ്പായിരുന്നു, ഈ വിറയ്ക്കുമായിരുന്നു ശരീരമല്ല. അതിന്റെ കൂടെ ചൂട് ഭയങ്കര ടെമ്പറേച്ചർ. അപ്പൊ രാത്രി അന്നത്തെ ദിവസം അന്നൊരു കൂരിട്ടുള്ള ഒരു ചൊവ്വാഴ്ചയായിരുന്നില്ലേ അമ്മേ? ചൊവ്വാഴ്ച ബുധനാഴ്ചയായിരുന്നു. അന്ന് രാവിലെ ആയപ്പോ അസുഖം തുടങ്ങി. പക്ഷെ എന്തോ ദൈവത്തിന് ഇതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ആ ദിവസം തന്നെ ആശുപത്രിയിൽ പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു 5 ദിവസം അത് വെയിറ്റ് ചെയ്ത് അതൊന്ന് കൂട്ടി ടോപ്പിലേക്ക് എത്തിച്ച് എങ്ങനെ ഒരു 30,000 രൂപയ്ക്ക് ബില്ല് വരാം എന്നതിലേക്ക് PhD എടുത്തിട്ടായിരിക്കും അമ്മ പോകുന്നത്. പക്ഷെ അന്നത്തെ അസുഖം കൂടുതലായതുകൊണ്ട് അസുഖം വന്ന ദിവസം തന്നെ നമ്മൾ അത് തന്നെ അസുഖം വന്ന ദിവസം ഞങ്ങൾ VSM പോയി. രാത്രി ആയപ്പോൾ ട്രിപ്പ് ഇട്ട് തിരിച്ചു വന്ന് ഒട്ടും വയ്യ. വീണ്ടും രാത്രി പോയി അഡ്മിറ്റ് ആക്കി ഒബ്സർവേഷനെ വെച്ച്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ശൈലജ കിച്ചൺ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇൻഫ്ലുവൻസ പോസിറ്റീവ് ഒരു സുനായിട്ട് കുത്തിയെടുത്ത് എല്ലാം കൊണ്ടുപോയി പരിശോധിച്ച്. അതെ, ഇൻഫ്ലുവൻസ വൈറസ് കൊളാബിഡ് വിത്ത് യൂറിനറി ഇൻഫെക്ഷൻ. അതുകൊണ്ടായിരുന്നു. യൂറിനറി വെള്ളം കുടിക്കത്തില്ല. 15 ഒത്തിരി വെള്ളം കുടിക്കുന്ന ഇത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. വിത്ത് തുള്ളൽ ഒരു രാവിലെ തൊട്ട് കട്ടിലെ കിടന്നിട്ട് 12 ആകുമ്പോൾ കറക്റ്റ് നമ്മളെ ഉറക്കാതിരിക്കും ഇല്ലയോ? നിങ്ങൾ പറയുന്നത് കേട്ടതൊന്നും ഞാൻ മനഃപൂർവ്വം വിറയ്ക്കുന്നതാണെന്ന്. അതൊന്നും പറഞ്ഞേ. 8 മണിയാകുമ്പോഴത്തേക്ക് പറയും ചൂടെടുക്കുന്നത്, ഫാൻ ഇടാൻ പറയും. 8:15 ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും എന്നെ കൊണ്ടുപോകണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 3 പേരും ഉള്ളായിരുന്നല്ലോ നോക്കിയിരിക്കാൻ. വേർ ഈസ് യുവർ ഹസ്ബൻഡ്? ഹസ്ബൻഡ് കടയെ കച്ചവടമാണ്. ഹസ്ബൻഡ് കട അടച്ചില്ല കേട്ടോ. ഹസ്ബൻഡ് യൂസഫ് അലി ആയിരുന്നു. ഹസ്ബൻഡ് ചോദിച്ചു മോനെ, അവന് നാളെ ശൈലാമ്മ എടുക്കാൻ പോയിരിക്കണം, കട അടയ്ക്കണേന്ന് പറയാം. അന്നേരം പറയാം എനിക്ക് കടയാ വലുത്, അവള് പിള്ളേരിരുന്നോളൂ. അച്ഛൻ വന്നില്ല ഗൈസ്. അച്ഛൻ അമ്മയെ കാണാൻ വന്നില്ല. അച്ഛൻ എന്നെ നോക്കിയില്ല, ഒരു ദിവസം പോലും വന്നില്ല. അച്ഛൻ അമ്മയെ കാണാൻ വന്നില്ല. ചുമ്മാന്നല്ല, അതിന് പകരം അച്ഛന് പനി കിട്ടി. കട 3 ദിവസം എന്നോട് അങ്ങനെ കട അടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ ആൾക്ക് പിറ്റേന്ന് ഭയങ്കര പനി. 2-3 ദിവസം കട അടച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് അടച്ച കട 3 ദിവസത്തേക്ക് അടച്ചിട്ടു. കട അടച്ചിട്ടു. അങ്ങനെ ഇന്നൊരു കാര്യമാ വൻ ബ്രാക്ക്. അവിടെ ആശുപത്രി കിടിയിടിപ്പ് വരുന്നുണ്ട്. പിന്നെ 105 ഇഞ്ചക്ഷൻ എടുത്തു. 105 ഇഞ്ചക്ഷൻ. അമ്മ അവസാനം നമ്മുടെ കൈ സാധനം കുത്തിയിട്ട് കിട്ടുന്നില്ല, തൊലിക്കത്തോടെ കേറുന്നില്ല. ഇവിടെ കുത്തി നീയൊക്കെ ഇറങ്ങി ഓടി. ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു ഈ തൊലിക്കകത്ത് കേറണ്ടായോ ചേച്ചി, പറഞ്ഞില്ലേ ഈ തൊലിക്കകത്ത് കേറാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു പ്രത്യേകം പാടുന്നതാണ് പോത്തിന്റെ തൊലി. എന്നിട്ട് മറ്റേ ഷുഗർ നോക്കണം. ഷുഗർ നോക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ ഷുഗറിന് തന്നെ കൂവുക. എന്തോ ഈ വിരലെല്ലാം കുത്തി 4 കുത്ത് ഒരു ദിവസം. എല്ലാത്തിനും ഇൻസുലിൻ എല്ലാം എടുത്ത് ഇത് ഇൻസുലിൻ, ഷുഗർ കൂടുതൽ, പ്രഷർ കൂടുതൽ, എല്ലാം ഹൈ. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് തിന്നുന്ന എന്തൊക്കെയാടാ പറഞ്ഞു. ഇപ്പൊ വയർ ഇതായിരുന്നു. ഈ പനി വന്നപ്പോ ഭയങ്കര വിശപ്പ്. ആശുപത്രി കിടന്നപ്പോ ശരിയാ, ഞാൻ ആഹാരം ഒന്നും കഴിച്ചില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വന്ന് എനിക്കറിയത്തില്ല, ഒരു കാലം ചോറ് വേണേലും അങ്ങ് തിന്നുക. 4-5 നേരം ചോറുണ്ടോ. ആപ്പിൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ മീറ്റ് റോള്, അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പപ്സ്, അത് അതൊക്കെ കേട്ടോ. ചുമ്മാ മീറ്റ് റോൾ ഇന്നലെ ഉണ്ടായിരുന്നു, അത് വെച്ചിരുന്നായിരുന്നു. ഈ പനി വന്നപ്പോ മറ്റേ വിശപ്പായപ്പോ എനിക്കങ്ങ് വെപ്രാളം കേറിയിട്ട് ഞാൻ എടുത്തങ്ങ് തിന്നു. എന്തോ ചെയ്യാനാ, വിശപ്പാ, ഭയങ്കര വിശപ്പ്. ഇപ്പൊ ഈ അസുഖം ശരിക്കും അമ്മ എല്ലാ അസുഖവും അമ്മ വിളിച്ചു വരുന്നതാണ്. അല്ല, എല്ലാ അസുഖം അമ്മയ്ക്ക് വരുന്ന എല്ലാ അസുഖം അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഈ ആശുപത്രി പോവാതിരിക്കുക. പക്ഷെ ഈ അസുഖത്തിന് ഞങ്ങൾ ആരും കുറ്റം പറയത്തില്ല. ഇത് തന്നെ വന്ന അസുഖം. ഇത് എവിടുന്ന വന്നേന്ന് ഒരു പിടിയില്ല. ഡോക്ടറോട് ചോദിച്ചു വിശപ്പ് വരുമോ, അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല, അത് കൊതിയുടെയാന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, സോണിയ ഡോക്ടർ പറഞ്ഞില്ല, ഒരു ഡോക്ടർമാരും പറഞ്ഞില്ല ഇതിന് വിശപ്പൊന്നും വരത്തില്ല, ഇത് കീറിക്കിടക്കുന്നതുകൊണ്ട് വയറ് എന്തൊരു അഹങ്കാരം. 3 ദിവസം കഞ്ഞിയും ദോശയൊക്കെ കുടിച്ചത്. അപ്പൊ അതിന്റെ ആ ഒരു ഇത് 5 ദിവസം ഒന്നും കഴിച്ചില്ലായിരുന്നു. 5 ദിവസം ഒന്നും കഴിച്ചില്ല. 6ന്റെ അന്ന് മൂലം അങ്ങ് തീറ്റ കിടക്കാൻ തുടങ്ങി. എന്റെ അമ്മ എന്തൊരു തീറ്റയായി.
ശരി. നിന്നോട് ഡബിൾ അല്ലേ, എന്നോട് ഷവായി കൊണ്ടുവരാമോന്ന് ചോദിച്ചു. 5-ന് അന്ന് ഷവായി, 4-ന് അന്ന് നന്ദുവിനോട് ഡബിൾ ഓംലെറ്റ്. സിസ്റ്റർമാരും ഡോക്ടറൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എന്ത് വെള്ളം കഴിച്ചോളാം. ചിക്കൻ തിന്നോളാൻ പറഞ്ഞു. പിന്നെ ചിക്കൻ തിന്നില്ല. രാത്രി കേക്കോട്ട് പിണങ്ങിയിരിക്കുന്നത്, ചിക്കൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കോട്ട് ചെയ്യുന്നു രാത്രി 12 മണിക്ക്. ചിക്കൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കും. സിസ്റ്റർമാരെല്ലാം പറയും ചിക്കൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുവാന്ന്. അയ്യോ, ബർത്ത്ഡേക്ക് അമ്മയുടെ ബർത്ത്ഡേക്ക് രാത്രി 12 മണി ഇവന്മാരെ കേക്ക് കൊണ്ട് വന്നപ്പം അത് തമ്മിൽ അവന്മാരോട് പിണങ്ങിയ ചിക്കൻ കൊടുത്തില്ലെന്ന് പറഞ്ഞുണ്ട്. എനിക്ക് ഏതാണ്ടൊക്കെ തിന്നാനങ്ങ് കൊതിമോനെ. അത് എന്തായിരുന്നെന്ന് അറിയാം. എങ്ങോട്ടാണ് ബർത്ത്ഡേ രാത്രി ആശുപത്രി വെച്ച് കേക്ക് മുറിച്ചപ്പോ? അടിപൊളിയായിരുന്നു. ആണല്ലേ, സിസ്റ്റർമാരൊക്കെ വന്നു. സിസ്റ്റർമാരെല്ലാം ആണല്ലേ, അവർക്ക് അവിടുത്തെ കേക്കല്ല, അവര് തിന്നത്തില്ലല്ലോ. ഞാൻ തിന്നില്ലേ. തിന്നില്ലേ? നക്കി ഇടക്കി കേക്ക് കൊടുത്തില്ല. ആ വീഡിയോ ഞങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കേക്ക് കൊടുക്കാനിട്ട് ആ കേക്ക് നക്കിയ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. എനിക്ക് ശൈലാമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. കാരണം ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രി 12 മണിയായപ്പം പിള്ളേരെല്ലാം കൂടെ കേക്കുമായിട്ട് വന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. നോക്കിയിരിക്കും തോറും കൊതി വന്നാ കേക്കലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി വേണ്ട, ബ്രെഡ് വേണ്ട, ഒന്നും വേണ്ട. എന്തൊരു പനിയാണ്. ചിക്കൻ, ഷവായി, മന്തി ഇതൊക്കെ വേണം. അത് കിടിലൻ പനിയില്ലേ. പിന്നെ വേറൊരു പോസിറ്റീവ് ഉള്ള നമ്മൾ ഇൻഷുറൻസിന്റെ ഒക്കെ പരസ്യമൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നില്ലേ, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തായിരുന്നു. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ 5 ദിവസം ആശുപത്രി കിടന്നപ്പോൾ നല്ല രീതിയിൽ ബില്ല്. 7 ദിവസം ആശുപത്രി കിടന്നപ്പോൾ നല്ല ഇതുണ്ട്. 2 ദിവസം ആകുമ്പോഴേ പറയും ഞാൻ വന്നിട്ട് 4 ദിവസമായി. 5 ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പറയും എനിക്ക് 15 എണ്ണം കിട്ടി. കൂട്ടി പറയുന്നത് എന്തോ വലിയ ഇതുപോലൊക്കെയാണ്. ഇതിലിവിടെ കൂട്ടിയേ 136. അപ്പഴത്തേക്ക് ഞങ്ങൾ കറക്റ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് 105 ആയി. ഇതൊക്കെ എന്നിട്ടെന്താ മറ്റേ ഡോക്ടർ എന്നിട്ട് പറഞ്ഞത്, ശൈല ചേച്ചി കൂടുതലായിരുന്നു കേട്ടോ, ഞങ്ങള് പേടിച്ചു പോയി, എന്തേലും പറ്റുമോ എന്നൊക്കെ. അതൊക്കെ തള്ള കൈന്നിടുക. അതൊക്കെ എന്തോ ക്രെഡിറ്റ് പോലെ ഇവർക്ക് പറയുന്നത്. ഐസി കിടക്കുന്ന ഏതാണ്ട് മറ്റേ ഓൾക്കാർ കിട്ടുന്ന പോലെയൊക്കെയാ. ഞാൻ പറഞ്ഞു കിടക്കുന്നേം കൂടുന്നതൊക്കെ എന്തോ ഇതുപോലൊക്കെയാണ്. എന്തായാലും കൂടുതലല്ലായിരുന്നോ? ഭയങ്കര അഭിനയമായിരുന്നു. അത് ഈ ചെറിയ ഒരു ഇതുണ്ടെങ്കിലും ഛർദിക്കാനൊന്നും ഇല്ലെങ്കിൽ ഓക്കാനിച്ചെങ്കിൽ ഛർദിക്കാനാക്കും. നമുക്ക് ഛർദിക്കാനൊന്നും മാത്രം ഇതെല്ലാം ഈ വീഡിയോ എടുക്കുന്നെങ്കിൽ നീയൊക്കെ ഇത് കറക്റ്റ് പറയുവാ. ഛർദിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം അവിടെ എല്ലാം നടക്കും. ഞാൻ ഉള്ളപ്പോ അമ്മ ഛർദിച്ചിട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോഴത്തേക്ക് സിസ്റ്റർ ഉണ്ട് പറയാ, ഇങ്ങനെ ഓക്കാനിക്കാതെ ഛർദിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തുപ്പവും ചെയ്യാതെ ചേച്ചി ഛർദിക്കുമെന്ന് വേണ്ട. നിന്നെയൊക്കെ ഇപ്പൊ മനസ്സിലായടാ. എല്ലാം ഇരുന്നോണ്ട് കുറ്റം പറിച്ചില്ല ഛർദിക്കണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ നടക്കും. എന്തോ പറയട്ടെ, മോനെ അഭിനയിച്ചാണോ ഛർദിച്ചത്? അത് പറയട്ടെ. കറക്റ്റ് നമ്മൾ ഒരു മനുഷ്യൻ ഒരിക്കലും അഭിനയിക്കത്തില്ല ഛർദിക്കാൻ. കറക്റ്റ് നമ്മൾ കഴിക്കാൻ എടുക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയില് സൗണ്ട് വെക്കുന്ന. ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇവരെ നോക്കി ഒരു 5-6 മണിക്കൂറൊന്നും കഴിച്ചില്ല. അപ്പൊ നന്ദു എനിക്ക് ചപ്പാത്തി കൊണ്ട് വന്ന്, ഞാൻ ചപ്പാത്തി അന്നേരം അറിയാം ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് കറിക്കത്ത് തിന്നാൻ അവിടെ വരാൻ അമ്മ അത്ര നേരം ഒന്നും വേണ്ട. പിന്നെ ഛർദിന് ഇപ്പൊ ഒരാള് അവിടെ എന്തുവാ ചെയ്യുന്നെന്ന് കണ്ടോണ്ടാണ് ഛർദിക്കുന്നത്? അല്ലല്ലോ. ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ആകെ ചെലവായ 1000 രൂപ മാത്രം. സത്യമായിട്ട് 60,000 രൂപ ബില്ല് വന്നു. നല്ല രീതിക്ക് ബില്ല് വന്ന്. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുക. ആവശ്യമുള്ളവരൊക്കെ എടുത്തല്ലേ. നല്ല ഇൻഷുറൻസ് ഏതെങ്കിലും എടുത്തു. പിന്നെ ഒന്നുമില്ല പോ മതിയായി. പിന്നെ കളിയാക്കുന്നില്ല. എക്സ്പീരിയൻസ് അങ്ങോട്ട് പോയി ക്യാമറ വെച്ച് ഞങ്ങൾ തരികട എന്ന് പറഞ്ഞത്. പിന്നെ വേണ്ട പറ ഷവായ വാങ്ങിട്ട് വേണ്ട, ഒന്നും മേടിച്ചു തരണ്ട, മതിയായി. ആ വീഡിയോ എടുക്കുക. സത്യല്ലേ, കള്ളൊന്നും പറയില്ലല്ലോ. 15 എണ്ണം കിട്ടിയത് 2 ദിവസം. നന്ദു പറയട്ടെ, നിന്നെക്കാളും കൂടുതലും അവനറിയാം എത്ര ഇഞ്ചക്ഷൻ. ആരെങ്കിലും റീൽസ് ചെയ്യുന്ന അമ്മയല്ലേന്ന് പറയുമ്പോൾ സത്യമില്ലാണത്. അമ്മ എണീറ്റോ മോനെ 4 ദിവസം? നന്ദു പറ, മനസാക്ഷി അനുസരിച്ച് പറ, അമ്മ എണീറ്റായിരുന്നു മോനെ 4-5 ദിവസം? പറയുന്നു ഛർദിക്കുന്ന അഭിനയമായിരുന്നു, കിടുകിടുത്തതും അഭിനയമായിരുന്നു. അത് പണ്ടുപോലെ അമ്മ ഛർദിക്കുന്ന ആ സൗണ്ടില്ല. മതി നിർത്തുക, അതല്ല. പിന്നെ ഈ ഡോക്ടർ വന്ന് പറഞ്ഞായിരുന്നു, നമ്മള് അമ്മ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ദഹിക്കാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്ന്. അവർക്ക് ഉച്ചയ്ക്ക് മീൻ വേണം, മീൻ ചാറും അയില വറുത്തതും ചോറും വേണം.
എന്നിട്ട് അത് ഛർദ്ദിക്കുക, കഞ്ഞി കുടിച്ചാൽ 2 ദിവസം ഛർദ്ദിക്കുക. പിന്നെ കഞ്ഞിയായിരുന്നു ഫുള്ള് പിന്നെ അവള് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആള് വരുമ്പോഴേ ചോറ് മതി. അപ്പൊ ഞാൻ ചോദിക്കും അമ്മയോട് എന്തുവാ കഞ്ഞിയല്ലേ പറഞ്ഞു. അമ്മ പറയാം സ്പെഷ്യലാണ്, ചോറ് മതി, ചോറ് മാത്രം മതി, മീൻകറിയും വേണം, വറുത്ത ഉണ്ടെങ്കിൽ മതി. അടിപൊളി. ഛർദിച്ചതുപോലെ ഇല്ല. ചക്ക തിന്നപ്പോഴത്തെ എന്റെ അസുഖമല്ല. ചക്ക തിന്നപ്പോഴത്തേക്ക് അമ്മ അതാ ചക്ക കുടുംബം. പിന്നെ ഈ വരുന്നതിന്റെ തലേന്ന് ഒട്ടും വയ്യായിരുന്നു. ഇവര് ഡിസ്ചാർജ് ചെയ്താന്ന് പറഞ്ഞ ദിവസം ഒട്ടും വയ്യായിരുന്നു. ആരോഗ്യം ഛർദിയിലും എല്ലാം ഒട്ടും വയ്യ. ഞാൻ ഇനി ഇപ്പഴേ വിടത്തില്ല. അന്ന് വൈകിട്ട് വന്നിട്ട് ക്രിസ്മസിന് അന്നൊക്കെ വയ്യായിരുന്നില്ലേ? അവര് വിട്ടൊന്നുമില്ല. ഇപ്പൊ ഓക്കെ. ഇന്നലെ തൊട്ടിരുന്ന് കാണിക്കാനൊക്കെ തുടങ്ങി. ഓണായി പവറായി. ഞാൻ ബർത്ത്ഡേക്ക് ഇല്ലായിരുന്നേ. ഞാൻ ഇപ്പൊ സാരി മേടിക്കാൻ ഞാൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിക്കുന്നത്. ആ പൈസക്കൊന്നും കിട്ടത്തില്ല, കുറച്ചും കൂടെ വേണം. 1000 രൂപ തരാവും. പിന്നെ പറയാം 1500, പിന്നെ 2000. ഇങ്ങനെ എന്തോ സാരി കിട്ടാം. നല്ലൊരു സാരി വേണമെങ്കിൽ പൈസ വേണ്ടായോ? 500 4 മേടിക്കും. അത് 500 4 സാരി 100 രൂപയ്ക്ക് ഇപ്പൊ സാരി പോലും ഇല്ല. ഇല്ലാത്തവര് പോലും ഇല്ലേ? അല്ല അമ്മയുടെ പിറന്നാളിന് 200 രൂപയ്ക്കൊന്നും സാരി കിട്ടത്തില്ല. പോടാ പിള്ളേരെ. എന്റെ ബർത്ത്ഡേക്ക് എന്താ മേടിച്ചതെന്ന് പറഞ്ഞു. മോന്റെ ബർത്ത്ഡേക്കോ അമ്മ ഉടുപ്പ് മേടിച്ചായിരുന്നു. അപ്പം താങ്ക് യു. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ റിവ്യൂ. നല്ല സർവീസ് ആയിരുന്നു, സെറ്റ് ആയിരുന്നു. ബൈ, ടാറ്റാ. നീ സൗണ്ട് ഇല്ലാതെ ഛർദിക്കുന്നു. എനിക്ക് സൗണ്ട് ഇവരിപ്പോ അമ്മ എങ്ങനെയൊക്കെ നോക്കിയാലും സൗണ്ട് ഇല്ലാതെ ഛർദിക്കാൻ ഒക്കത്തില്ല. പിന്നെ ശരിയാ, പക്ഷെ ഉറക്കത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് നല്ലപോലൊക്കെ മയങ്ങി പോയേ. ഞാൻ മയങ്ങി ഇച്ചിരി ഇങ്ങനെ കട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഉറങ്ങി പോയി. ഫോൺ അടിക്കുന്നു പെട്ടെന്ന് മേടിച്ചു പോയി. ഈ ശബ്ദം കേട്ടോ. അത് വേറെ ഒരു സാധനമുണ്ട്. അമ്മയ്ക്ക് പനിയായിട്ട് തലവേദനയായിട്ട് ഒരു ദിവസം വന്നിട്ട് എന്റെ കട്ടിലിന്റെ സൈഡിൽ കസേര ഇരുന്നിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും രാത്രി. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ പിന്നെ പോയി അപ്പുറത്തുള്ള ഹോളിൽ പോയി കസേര പോയി ഉറങ്ങി. പേടിച്ചു പോയി. ഇതൊക്കെയാ പരിപാടി. എന്തോ പറയാനാ. ബൈ.